ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് മനോഹരമായ രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി ഏരിയയിൽ വർക്കിൻ്റെ കാര്യത്തിലായാലും മെറ്റീരിയലുകളുടെ കാര്യത്തിൽ ആയാലും യാതൊരു വിധത്തിലുള്ള കോംപ്രമൈസും ചെയ്യാതെ നല്ല മെറ്റീരിയലുകളും കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ള റെഡി ടു മൂവ് ആയിട്ടുള്ള വീടിൻ്റെ മുന്നിൽ തന്നെ 2 കാറുകൾക്ക് സ്പേസും കാര്യങ്ങളുള്ള വെള്ളം കയറാത്ത വറ്റാത്ത കിണറോട് കൂടിയിട്ടുള്ള ചുറ്റും കോമ്പൗണ്ട് വാളും ഗേറ്റും കാര്യങ്ങളൊക്കെയുള്ള നല്ല ഏരിയയിൽ വർക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ള ഒരു പുതിയ വീടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഈ വീട് വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ മണ്ണുത്തി ഭാഗത്ത് കിഴക്കേ വെള്ളാനിക്കര പ്രദേശത്താണ് ഈ വീട് വിൽപ്പനയ്ക്കായിട്ടുള്ളത്. ഏകദേശം 4.170 സെൻറ്റ് സ്ഥലത്തിൽ 1715 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമായിട്ടുള്ള ആ 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു പുതിയ വീടാണ്. വീടിൻ്റെ ഉള്ളിലെ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് പൂർണ്ണമായും മനസ്സിലാകും. നല്ല രീതിയിൽ വർക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ള ഫുള്ള് പുതിയ മോഡലിൽ ലൈറ്റ് അറേഞ്ച്മെൻറ്റ് കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുള്ള നല്ല മെറ്റീരിയലുകൾ കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു പുതിയ വീടാണ്. ഇതുപോലെ പല വെറൈറ്റി ടൈപ്പിലുള്ള സ്ഥലങ്ങളുടെയും വീടുകളുടെയും വീഡിയോകളാണ് നമ്മൾ ഈ ചാനലിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള സ്ഥലങ്ങളുടെയും വീടുകളുടെയും ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലെ നമ്മൾ ഉൾപ്പെടുത്തി വരുന്നതാണ്. അതനുസരിച്ച് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോകൾ തത്സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോകൾക്കൊരു ലൈക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഒരു സപ്പോർട്ട് ചെയ്യുക. വീടും വീടിൻ്റെ ഉൾഭാഗങ്ങളും ചുറ്റുപാടും പൂർണ്ണമായി തന്നെ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് കാണുന്നതിന് വേണ്ടി നമ്മൾ പകർത്തിയിട്ടുണ്ട്. അത് കാര്യങ്ങൾ കണ്ടും കേട്ടും മനസ്സിലാക്കുക. ഇനി നമ്മൾക്ക് ഈ വീടിൻ്റെ യാത്രാ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി ഏരിയയാണ്. നല്ല ഒരു വില്ല പ്രൊജക്റ്റ് ഉള്ള ഒരു ഏരിയയിലാണ്. നിരവധി വീടുകൾ പുതിയത് പണിത് കഴിഞ്ഞത് റെഡി ടു മൂവ് ആയിട്ടുള്ള ഇനി 1-2 വീടുകൾ മാത്രം ബാലൻസായി വരുന്നതും അതുപോലെ തന്നെ പുതിയ വീടുകൾ പണിതുകൊണ്ടിരിക്കുന്നതുമായ ഒരു നല്ല ഏരിയയിലാണ് ഈ വീട് ഉള്ളത്. വീടിൻ്റെ താഴത്തെ ഫ്ലോറിൽ വരുന്നത് ഒരു സിറ്റ് ഔട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ലിവിങ് ഹാള് അതുപോലെ സെപ്പറേറ്റ് ആകുന്ന രീതിയിൽ ഉള്ള എന്നാൽ നമ്മൾക്ക് ഡയറക്റ്റ് കാണാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു ഡൈനിങ് ഹാള്. അതുപോലെ തന്നെ താഴെ 2 ബെഡ്റൂമാണ് ഉള്ളത്. ആ 2 ബെഡ്റൂം ഒരു സാധാരണ ബെഡ്റൂമാണ്. അതിൻ്റെ സൈസ് വരുന്നത് ഏകദേശം 10-10 അതുപോലെ തന്നെ 10-11 സാധാരണ താഴെയുള്ള 2 ബെഡ്റൂമുകൾ വരുന്നത്. അതുപോലെ തന്നെ നമ്മൾക്ക് ഒരു കിച്ചൺ വർക്ക് ഏരിയ അത്തരത്തിലാണ് താഴത്തെ ഭാഗങ്ങൾ വരുന്നത്. താഴെയുള്ള 2 ബെഡ്റൂമും അറ്റാച്ച്ഡ് ആണ്. മുകൾ ഭാഗത്താണെങ്കിൽ നമ്മൾക്ക് 2 ബെഡ്റൂം അതുപോലെ തന്നെ ആ 2 ബെഡ്റൂമും മാസ്റ്റർ ബെഡ്റൂം സൈസാണ് വരുന്നത്. 16-10 ആണ് ഒരു ബെഡ്റൂമിൻ്റെ അളവ്. അതുപോലെ തന്നെ 13-11 ആണ് മറ്റൊരു ബെഡ്റൂമിൻ്റെ അളവായി വരുന്നത്. അതുപോലെ തന്നെ മുകൾ ഭാഗത്ത് നമുക്ക് താഴത്തെ ഹാള് പോലെ തന്നെ മുകൾ ഭാഗത്ത് ടി വിയും കാര്യങ്ങളൊക്കെ വെക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഹോം തിയേറ്റർ കാര്യങ്ങളൊക്കെ സെറ്റാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ ഹാള്, വലിയ ചെറിയ അത്യാവശ്യം തിരക്കില്ലാത്തൊരു ഹാളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുമാതിരി ഓപ്പൺ ടെറസ് ഏരിയയിൽ കൂടെ വീണ്ടും ഇതിൻ്റെ മുകളിലേക്ക് 2ാം നിലയിലേക്ക് കയറുന്നതിന് വേണ്ടി വാർപ്പിൻ്റെ തന്നെ കോണിയും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല രീതിയിൽ സെറ്റാക്കിയിട്ടുള്ള ഒരു ബാൽക്കണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. താഴെ നമ്മൾക്ക് ഹാളിൻ്റെ അളവ് ആണെങ്കിൽ ലിവിങ് ഹാളിൻ്റെ അളവാണെങ്കിൽ ഏകദേശം 12-18, അതുപോലെ തന്നെ ഡൈനിങ് ആണെങ്കിൽ ഏകദേശം 10-15 അത്തരത്തിലാണ്. 1715 സ്ക്വയർ ഫീറ്റിൽ 4.170 സെൻറ്റ് സ്ഥലത്തിൽ 4 ബെഡ്റൂം. ആ 4 ബെഡ്റൂം അറ്റാച്ച്ഡ്, വറ്റാത്ത കിണർ. അതുപോലെ തന്നെ വീടിൻ്റെ മുൻവശത്ത് തന്നെ 2 കാറുകൾ പാർക്ക് ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ ചുറ്റും കോമ്പൗണ്ട് വാളോട് കൂടിയിട്ടുള്ള ഗേറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു വീടാണ്. റെഡി ടു മൂവ് ആയിട്ടുള്ള ഒരു സെമി ഫർണിഷ്ഡ് വീടാണ്. ഈ വീടിൻ്റെ അവിടെ നിന്നും
ഇവിടേക്കുള്ള യാത്രാ സൗകര്യങ്ങളും കാര്യങ്ങളും അതിൻ്റെ ഡിസ്റ്റൻസൊക്കെ ഏകദേശമാണ് നമ്മൾ പറയുന്നത്. ബസ് റൂട്ട് 100 മീറ്റർ, തൃശ്ശൂർ ടൗണ് 8 കിലോമീറ്റർ, നാഷണൽ ഹൈവേ 3 കിലോമീറ്റർ, മണ്ണുത്തി സെൻറ്റർ 3 കിലോമീറ്റർ, ക്രിസ്ത്യൻ പള്ളി 1 കിലോമീറ്റർ, മുസ്ലിം പള്ളി 1/2 കിലോമീറ്റർ, അമ്പലം 1/2 കിലോമീറ്റർ, കോളേജ് ഡോൺ ബോസ്കോ കോളേജ് ആൻഡ് ഡോൺ ബോസ്കോ സ്കൂള് 3 കിലോമീറ്റർ, കാർഷിക യൂണിവേഴ്സിറ്റി 1/2 കിലോമീറ്റർ താഴെയായിട്ട്, അതുപോലെ തന്നെ അഗ്രികൾച്ചർ സ്കൂള് 300 മീറ്റർ, ജീവൻ ജ്യോതി സ്കൂള് ഏകദേശം 1.5 കിലോമീറ്റർ, അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ സ്കൂള് ഏകദേശം 1 കിലോമീറ്റർ, അത്തരത്തിൽ വിക്ടറി ITI ഏകദേശം 3-3.25 കിലോമീറ്റർ, അത്തരത്തിൽ ഏകദേശം എല്ലാ യാത്രാ സൗകര്യങ്ങളും തൊട്ടരികിലുള്ള ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി ഏരിയയിൽ നല്ല വില്ല പ്രൊജക്റ്റിലാണ് ഈ വീട് വിൽപ്പനയ്ക്കായിട്ടുള്ളത്. നമ്മൾ ഈ ചാനലിൽ ഇതിനോടകം തന്നെ നിരവധി സ്ഥലങ്ങളുടെയും പുതിയ വീടുകളുടെയും ഒക്കെ വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. കുറച്ചെണ്ണമൊക്കെ വിറ്റ് പോയിട്ടുണ്ട്. അതൊക്കെ നമ്മൾ സോൾഡ് ഔട്ട് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. വാങ്ങാൻ വരുന്ന വ്യക്തികൾക്ക് നല്ല സർവീസ്, റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് ലോൺ ഫെസിലിറ്റി ഉൾപ്പെടെ, വീട് കാണുന്നത് ഉൾപ്പെടെ വാങ്ങുന്ന ആളുകൾ വരുമ്പോൾ അവർക്ക് ഏറ്റവും നല്ല സർവീസ്, അതിൻ്റെ പേപ്പർ വർക്കുകൾ ഉൾപ്പെടെ, അതുപോലെ തന്നെ ലോൺ ഫെസിലിറ്റി, അതുപോലെ എല്ലാം കഴിഞ്ഞ് രജിസ്ട്രേഷൻ കഴിഞ്ഞാലും അത് നമ്മുടെ പേരിലേക്ക് പോക്കുവരവ് നടത്തി നികുതി അടച്ച് വീട്ടിൽ കൊണ്ടു കൊടുക്കുന്ന പ്രവർത്തനം ഉൾപ്പെടെ റിയൽ എസ്റ്റേറ്റ് രംഗത്ത് ഏറ്റവും നല്ല ഗുഡ് സർവീസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ചാനലും ഞങ്ങളും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്തു വെച്ച അല്ലെങ്കിൽ കച്ചവടം നടന്നു പോയി രജിസ്ട്രേഷൻ കഴിഞ്ഞ ആളുകളുടെയൊക്കെ പരസ്പര ഇടപെടൽ കൊണ്ടാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. വീടായാലും സ്ഥലമായാലും കാണാൻ വരുമ്പോൾ മുൻകൂട്ടി വിളിച്ച് പറഞ്ഞതിന് ശേഷം മാത്രം വരിക. അത് മാത്രമാണ് ചിലപ്പോൾ ഞങ്ങൾക്ക് പാലിക്കാൻ സാധിക്കാതെ വരുന്നത്. കാരണം ചില ആളുകൾ ആ സ്പോട്ടിൽ വന്നിട്ട് വിളിക്കുമ്പോൾ അത് നമ്മൾക്ക് പ്രാബല്യത്തിൽ വരുത്താൻ സാധിക്കുകയില്ല. നമ്മൾ മുന്നേ ഒരാളോട് ഒരു സമയം പറഞ്ഞ് കമ്മിറ്റ്മെൻ്റ് ആയി കഴിഞ്ഞാൽ ആ വ്യക്തിക്കാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അത് വർക്കും കാര്യങ്ങളൊക്കെ നടത്തിയതിന് ശേഷമാണ് അടുത്ത സമയം കാര്യങ്ങളൊക്കെ കൊടുക്കുക. നമ്മൾ ഓരോ ഏരിയയിലേക്ക് വീടുകൾ കാണാൻ പോകുമ്പോൾ അല്ലെങ്കിൽ വീടുകൾ കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടി പോകുമ്പോഴാണ് നമ്മൾ പുതിയ വീടുകളും അതുപോലെ തന്നെ സ്ഥലങ്ങളും നമ്മൾ വീഡിയോ എടുത്ത് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വരുമ്പോൾ ജസ്റ്റ് ഒന്ന് വിളിച്ച് പറഞ്ഞ് ഒരു സമയം ചോദിച്ചതിന് ശേഷം അപ്പോൾ നിങ്ങൾ വരുമ്പോൾ നിങ്ങളെ യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുവാൻ ഞങ്ങൾക്ക് സാധിക്കും. ഇനി ആരും വരാത്ത ദിവസങ്ങളിലാണെങ്കിൽ പുതിയ വീടുകളുടെയും അതുപോലെ തന്നെ സ്ഥലങ്ങളുടെയും ഒക്കെ വീഡിയോ എടുക്കാൻ ഞങ്ങൾ നടക്കുകയാണ്. അതുകൂടാതെ തന്നെ നടന്ന കച്ചവടങ്ങളുടെ പേപ്പർ വർക്കുമായി ബന്ധപ്പെട്ട എല്ലാ ഓഫീസും കാര്യങ്ങളിലൊക്കെയും കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഒരു വീട് എന്നുള്ളത് ഒരാളുടെ ജീവിതത്തിൽ ഒരായുസിൻ്റെ ഒരു സ്വപ്നമാണ്. അത് നല്ല രീതിയിൽ പ്രാബല്യത്തിൽ വരുത്തി കൊടുക്കുക എന്നതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ വാങ്ങാൻ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വീട് കാണാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ അവരുടെ ഇഷ്ടമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നിങ്ങളുടെ ബഡ്ജറ്റിനും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള വീടുകൾ വീണ്ടും കണ്ട് നിങ്ങൾക്ക് പൂർണ്ണ ബോധ്യം വന്നതിന് ശേഷം മാത്രം അതിൻ്റെ കാര്യങ്ങളിലേക്ക് നടപടിക്രമത്തിലേക്ക് നടക്കുക. ഈ വീടിൻ്റെ ഡീറ്റെയിൽസിനോടൊപ്പം തന്നെ നമ്മളുടെയും ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊഫഷണലായിട്ടുള്ള റിയൽ എസ്റ്റേറ്റിൻ്റെയും ഉദ്ദേശശുദ്ധി നിങ്ങളുടെ മുന്നിൽ നമ്മൾ തുടർന്ന് കാണിച്ചതാണ്. അതുകൊണ്ട് തന്നെ നീണ്ടുപോയിട്ടുണ്ടെങ്കിൽ സാദരം ക്ഷമിക്കുക. ഈ വീട് നിങ്ങൾ പൂർണ്ണമായും കണ്ടും കേട്ടും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാവും. നല്ല ക്വാളിറ്റി മെറ്റീരിയലുകൾ കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ് വർക്ക് നടത്തിയതെന്ന് ഞാൻ മുൻപേ പറഞ്ഞു. പ്ലംബിംഗ് വർക്കായാലും ക്ലോസറ്റ് കാര്യങ്ങളൊക്കെ ആയാലും സ്റ്റാർ കമ്പനിയുടെ കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള വയറും കാര്യങ്ങളൊക്കെയും ഒക്കെ ചെയ്തെടുക്കുന്നത് ബി-ഗാർഡ് കമ്പനിയുടേതാണ്. സ്വിച്ച് ബോർഡും അതുപോലെയുള്ള നല്ല കമ്പനിയുടെ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. സെമി ഫർണിച്ചർഡ് വീടാണ്. വീടിൻ്റെ കബോർഡ് വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുമാതിരി തന്നെ മോഡുലാർ കിച്ചൺ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ആവശ്യമായ കാര്യങ്ങൾക്ക് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീട്
ഓണർ ഉദ്ദേശിക്കുന്ന റേറ്റ് വലിയ റേറ്റ് കൂട്ടി പറഞ്ഞ് കുറച്ച് കൊണ്ടുവരുന്ന ഒരു പ്രവണത നമ്മൾക്കില്ല. ഏകദേശം ഒരു ചെറിയ രീതിയിൽ മാത്രം നെഗോഷ്യബിളാണ് ഉണ്ടാകുക. 66 ലക്ഷം രൂപയാണ് ഓണർ ഉദ്ദേശിക്കുന്നത്. ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക. അടുത്ത ഒരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.